കാനാൻകാരി ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയുള്ളതാണ്? നമ്മളിങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതം നടക്കാൻ വേണ്ടിയുള്ള കുറേ പ്രാർത്ഥനകളാണോ? അത് യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ്? സ്നേഹമുള്ള ഈശോ ഓർപ്പിക്കുന്നുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് കണ്ണീരോട് കൂടിയുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥ നേട്ടങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി പേര് വേദനിക്കുന്നവരുണ്ട്, വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവർക്കും കൂടി വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ടാകുക. അല്ലെങ്കിൽ എല്ലാം ഒരു സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ കാട്ടിക്കൂട്ടായങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് കാനാൻകാരിയുടെ വിശ്വാസം പോലെ കരഞ്ഞുകൊണ്ട് തമ്പുരാൻ വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും.